ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജനറേഷൻ സ്പീഡ് കാണാൻ മുംബൈയിലാണ്. എൻ്റെ കൂടെ ഇന്ന് അഭിനവുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഈ വർഷം 2025 ഈ ഒരു ഡേറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. സോ അപ്പം നമുക്ക് കുറച്ച് വണ്ടികളും ഇന്ന് അവിടെ എന്തൊക്കെ നടക്കുന്നതെന്നെല്ലാം ഫുള്ള് കാണിച്ചു തരാം. കുറേ കിടക്കുന്നുണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് അപ്പം നമ്മൾ പിക്ക് ചെയ്യാനൊക്കെ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എനിക്ക് 3 hours ട്രാവൽ ഉണ്ട് ഫ്രം ദ എയർപോർട്ട് ടു ലോണവേല ലൊക്കേഷൻ. അതെ അതെ അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ലോണവേല. അടിപൊളി സ്പോട്ടാന്ന് പറയാം. ഒരു പ്രധാന പ്രശ്നമുണ്ട്, എനിക്ക് പെട്ടി കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാ. പ്രജിമോൻ പ്രദീപ് നമ്മുടെ പയ്യനെ കിട്ടി ഗൈസ്. ഇതാണ് നമ്മളെ അവിടുന്ന് കൂട്ടാൻ വന്ന ചേട്ടൻ. ഗുജറാത്തിൽ കൊണ്ടുപോകുന്ന അറിയില്ല ഗൈസ്. ലോണവേലയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. എന്തായാലും ആള് വന്നിട്ടുണ്ട്. ആള് നമ്മളെ പെട്ടെന്ന് എത്തിക്കുമായിരിക്കും. അതെ, ഫുഡിന്റെ കാര്യം ഒന്ന് ചോദിച്ചേക്കും. പോകുന്ന വഴി എവിടെയെങ്കിലും നിർത്തണമെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഫുഡിന്റെ കാര്യം ഇനി അങ്ങ് നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കേണ്ടി മുംബൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ? നമ്മളിന്ന് വിളിക്കാൻ വന്നതിന് പ്ലാൻസിലാണ്. ലോണവേല വരെ നമ്മൾ ഈ വണ്ടിയിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്. MH02 FX 9243. ഓക്കെ ഗൈസ്, സോ അഡ്വഞ്ചർ വിത്ത് ബലേനോ, മഹാരാഷ്ട്ര ബലേനോ. ഇത് ഗ്ലാൻസേടാ. അയ്യോ, ഗ്ലാൻസ് ഗൈസ്. ഇന്നത്തെ അഡ്വഞ്ചറിനുള്ള വണ്ടിയുണ്ടോ ഗ്ലാൻസ, മഹാരാഷ്ട്ര ഗ്ലാൻസ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ലോണവാലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച ഔട്ടർ സ്പേസ് ആയിരിക്കും, പക്ഷേ അത്ര ഔട്ടർ സ്പേസ് അല്ല. ഇവിടെ എന്തോ പിക്നിക് ഏരിയ അങ്ങനത്തെ സംതിങ് ഒക്കെയാണ്. ഇവിടെ ഡാമും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മളുടെ സ്റ്റേയുടെ അടുത്തോട്ട് പോകും. അവിടെ നിന്നാണ് നമ്മൾ ഇവൻ്റെ അടുത്തോട്ട് പോകുന്നത്. പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാം. നേരമായിട്ട് വന്നിട്ട് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ വില്ലകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ കുറേ കാണുന്നത് തന്നെ നമുക്കൊരു 3 BHK ആണ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം കുറേ നമ്മൾ 1 മണിക്കൂർ പോസ്റ്റായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വേഗം ഇവന്റിലേക്ക് പോകാൻ. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. 3 കാറിൻ്റെ ഡിസ്കൗണ്ട്, പക്ഷേ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അറ്റ്ലാസ് കിട്ടി, നമുക്ക് ഇവിടെയാണ് സ്റ്റേ. അതോട് കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നമ്മുടെ കാറുകാർ എല്ലാം വരുന്നുണ്ട്. നമുക്ക് അവരെല്ലാം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് നേരെ പോകാം. ഇതാണ് നമുക്ക് അവർ തന്നിരിക്കുന്ന റൂം. ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ജനറേഷൻ സ്പീഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടു കാണും. അപ്പം ഇതാണ് ഈവൻറ്റ് നടക്കുന്ന സ്ഥലം. ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നേരെ യൂട്യൂബിൽ കൊടുക്കാവുന്നതല്ല. ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂവും കാര്യങ്ങളെല്ലാം ഒരു ഡ്രോൺ ഷോട്ടിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പിന്നെ എന്തൊക്കെ വണ്ടികളുണ്ടെന്ന് ഇതിനകത്ത് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിപ്പെറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കാണിക്കാവുന്ന മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടന്റ് എടുക്കേണ്ടതുകൊണ്ട് രണ്ടുകൂടെ സ്വിച്ച് ചെയ്തിട്ടായിരിക്കും ഞാൻ കോണ്ടന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിലുണ്ടായിരുന്ന കാർ ഇതിനകത്ത് കാണത്തില്ല. സോ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യിപ്പിക്കണം. നമ്മളിപ്പോൾ ഇവൻറ്റ് ഹാപ്പൻ ആവുന്നിടത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ പോയി കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി കളക്ട് ചെയ്ത് നോക്കാം. അവർ ജസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടാഗ് തന്നു. മീഡിയയുടെ ഒരു ടാഗും കാര്യങ്ങളും നോക്കുന്നു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാർക്ക് ആൻ്റണി മാം. ലൈനപ്പ് മൊത്തം കണ്ടോ? 1959 ഇറങ്ങിയ ഡോഡ്ജിൻ്റെ കസ്റ്റം റോയൽ എന്ന് പറഞ്ഞൊരു വാഹനമാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കോഡ് ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും കാണാം. ഇത് നമ്മുടെ മസിൽ കാറൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സോളിഡ് ഡിസൈനാണ് വരുന്നത്. ഇതൊരു 2 ഡോർ കൂപ്പയാണ്. നമ്മളിതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ലാർജർ ടെയിൽ ഫിൻസും കാര്യങ്ങളും കാണാം. ഇത് ട്രയംഫിൻ്റെ സ്പിറ്റ്ഫയർ MK2 എന്ന് പറഞ്ഞ വാഹനമാണ്. ഇതൊരു കൺവേർട്ടബിൾ വാഹനമാണ്. ഇതൊരു കൂപ്പയാണ്. ഇതിൻ്റെ ഫ്രണ്ട് 2 സീറ്റ്സും കാര്യങ്ങളും പുറകിൽ ചെറിയ സീറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുമ്പോൾ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളും കൺസോൾ എല്ലാം സെൻട്രലാണ് വരുന്നത്. ഇതൊരു മനോഹരമായ
ക്യൂട്ട് ലിറ്റിൽ വാഹനം എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ സൺഷെയ്ഡും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം, ഇവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എയർ സസ്പെൻഷനും വൈറ്റ് ബോഡിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തേക്കുന്നതാണ്. ഇപ്പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പജേറോ ആണ് അവിടെ കിടക്കുന്നത്. ആ പജേറോയിൽ ഓവർലൈനിങ് സെറ്റപ്പ് ഫുള്ളി ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഈ വരുന്ന മുതലാണ് മുതൽ. ഇതാണ് റിയർ വീൽ ഡ്രൈവ് ബലേനോ, ഇന്ത്യാസ് ഫസ്റ്റ് റിയർ വീൽ ഡ്രൈവ് ബലേനോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും റിയർ വീൽ ഡ്രൈവ് തന്നെയാണ്. ഇത് ടൈപ്പ് 1 സ്വിഫ്റ്റ് ആണ് വരുന്നത്. ഇവരുടെ 3 വാഹനങ്ങളുണ്ട്. ഈ മൂന്നാമത്തെ വാഹനമാണ് ഈ പറയുന്ന 800. ഇതും റിയർ വീൽ ഡ്രൈവ് ആണ്. നമ്മളൊരു 3 മണി ടു 6 മണി അത്രയും സമയം മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയുള്ളൂ. ലൈറ്റ് പോയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ ടയർഡ് ആയതുകൊണ്ട് നേരെ തിരിച്ച് റൂമിലെത്തിയിരിക്കുവാണ്. ഇനിയിപ്പം നാളെയാണ് ബാക്കിയുള്ള ഷൂട്ടും കാര്യങ്ങളും. അപ്പോൾ നാളെ രാവിലെ കാണാം. ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു 118 NE കിടപ്പുണ്ട്. ഇതൊരു പ്യുവർ 240 HP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 118 NE ആണ്. ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് 118 NE ആണ്. ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പോളോ കിടപ്പുണ്ട്. ഇതും ഫാസ്റ്റസ്റ്റ് തന്നെയാണ്. ഇതാണ് ഏഷ്യാസ് ഫാസ്റ്റസ്റ്റ് VTEC. VTECിൻ്റെ കല്ലിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ ഫാൻസും കാര്യങ്ങളും വണ്ടിയാണ്. ഇതിനൊരു ഗ്യാരണ്ടി ടർബോ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്വിക്ക് ചെറിയൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളോ വരുന്നത്. കംപ്ലീറ്റ്ലി പ്യുവർ ഒരു സാധനം. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോക്കാണ്. പക്ഷേ അണ്ടർ ദ ഹുഡ് ഇറ്റ്സ് എ മോൺസ്റ്റർ. ഇവിടെ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് അത്യാവശ്യം സ്പോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് കൺട്രീസ് മോസ്റ്റ് പവർഫുൾ CD കിടക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് വെക്കുക. ഇതിനകത്തിൽ 404 HP ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 404 HP ഫാസ്റ്റസ്റ്റ് മിസ്സിബി CD അതിൻ്റെ കൺട്രിയാണ് അവർ പറയുന്നത്. ഇഷ്ടംപോലെ ടൺസ് ആൻഡ് ടൺസ് ഓഫ് ലോട്ട്സ് ഓഫ് മോഡിഫിക്കേഷൻസ് ആണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീൻ ഒന്ന് നിങ്ങൾ ടാപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിതെല്ലാം നമ്മുടെ ചാനലിൽ പിന്നീട് വരുന്നതായിരിക്കും. നമ്മളിതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ ഇത് കാണും. ഇതിനകത്തിൽ ഏത് വണ്ടി വേണമെന്ന് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് തരിക. താങ്ക് യു ബ്രോ, താങ്ക് യു ഫ്രം റേസ് കോൺസെപ്റ്റ്. ഒരു സൈഡിൽ ഇവിടെ ഡ്രാഗ് റേസും കാര്യങ്ങളും നടപ്പുണ്ട്. ഇവിടെ ഒരു സാധനം മുതൽ കിടക്കുന്നുണ്ടോ, ഒരു GTR R35 ഇവിടെ കിടപ്പുണ്ട്. നല്ല കലക്കൻ ഒരു മോഡൽ, അതായത് നല്ല സോളിഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം. പിന്നെ പെൻസ് കിടപ്പുണ്ട്, പത്മിനി കിടപ്പുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, പവർ ട്രിപ്പിൻ്റെ സ്റ്റോളാണ് ഇത് ഇത്രയും വലുത്. ഇവിടെ GT3 RS കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇൻസൈഡിലേക്ക് പോകാം. എനിക്കൊന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് കാർസുകൾ വരത്തുള്ളൂ. ഇവിടെ ലാംബോർഗിനിയും നമ്മുടെ പോർഷയും ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് R35 ഇമ്രാൻ മജീദിൻ്റെ വൈൽഡ് ചൈൽഡ്. ഫാസ്റ്റസ്റ്റ് കാറായിരുന്നു, പക്ഷേ ഇപ്പം ഫാസ്റ്റസ്റ്റ് അല്ല. ഒരു ഇവോ സ്പൈഡർ ഇവിടെ കിടപ്പുണ്ട്. ഫെറാറി കിടപ്പുണ്ട്. ഫെറാറി 488 GTB ആയി കിടക്കുന്നത്. 488 GTB. ഇതാണ് R8 ട്വിൻ ടെർബോ വരുന്ന Audi R8. ഫുൾ ഇവന്റ് ഇവിടെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അധികം ഇത് ചെയ്യാത്തത്. JK ടയേഴ്സിൻ്റെ വണ്ടികൾ നടപ്പുണ്ട്. ഇവിടെ ഒരു റേസിംഗ് പോളോ. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഫുഡ് സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. That's the kind of passion we have in American muscle. These two cars are from Dubai, left-hand drive, that one as well. Another Challenger that's ready to go. This beautiful wheel. All right, ladies here. We're doing both the cars in one shot. All right, everybody, are you ready? Let's go. 5, 4, 3, 2, 1, go! Down with me. All right, everyone, make some noise for all. Come on, put your hands together. 5, 4, 3, 2, 1.
going down lane number 1 all alone. Let's take a look.